ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് നാൾക്ക് ശേഷമാണല്ലോ ഒരു ലെങ്തി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത്. സോ ഞാൻ ഇന്നലെ ബാങ്കോക്കിൽ നിന്ന് ഞാനൊരു തായ്ലൻഡ് ട്രിപ്പ് പോയിരുന്നു. നിങ്ങൾ അതിൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. തായ്ലൻഡിൽ നിന്ന് ഇന്നലെ വന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക, കുറേ ദിവസം റെസ്റ്റ് ആയിരുന്നല്ലോ, ഒരു വെക്കേഷൻ ആയിരുന്നല്ലോ, അപ്പോൾ കുറച്ച് പ്രൊഡക്റ്റീവ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ആക്ച്വലി കോട്ടയത്താണുള്ളത്. ഞാൻ പോയത് നീരജ് ആൻഡ് ബിൽജയുടെ കൂടെയാണ്. അവരുടെ വീഡിയോസൊക്കെ നിങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ കോട്ടയത്താണ് ഉള്ളത്. ആൻഡ് ഇന്ന് ഞാൻ കോട്ടയത്ത് നിന്ന് എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലെ അമ്മ, അനിയത്തി ആൻഡ് കുഞ്ഞമ്മ ഇങ്ങോട്ട് കോട്ടയത്തോട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആമ്പലിൻ്റെ വീഡിയോസൊക്കെ ഞാനൊരു ദിവസം ഇട്ടത്. അപ്പോൾ ഐ തോട്ട് ഇന്നൊരു ലെങ്തി ഡേ ആണ്. അപ്പോൾ വൈ ഷുഡൻറ്റ് ഐ ടേക്ക് എ വീഡിയോ? ഒരു ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എഗെയിൻ. തുടർച്ചയായിട്ടുള്ള ട്രിപ്സും അതേപോലെ ഇപ്പോൾ ഞാൻ മലേഷ്യ പോയായിരുന്നു, തായ്ലൻഡ് പോയായിരുന്നു. അതിന് മുമ്പൊക്കെ എൻ്റെ സ്കിൻ അടിപൊളിയായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ വളരെ വളരെ മോശമാണ് എൻ്റെ സ്കിന്നിൻ്റെ അവസ്ഥ. എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് ഈ സ്കിന്നും ഹെയറും ഒക്കെ ഇത്രയും വേസ്റ്റ് കണ്ടീഷനിലാവുന്നത്. സോ ഇത്രയേറെ പ്രശ്നങ്ങളാണ് ഇപ്പം എൻ്റെ സ്കിന്നിനും ഹെയറിനും ഒക്കെ തന്നെ ഉള്ളത്. ഹെയർ ആണെങ്കിൽ ഫുൾ ഹെയർ ഫോളിങ് ആണ്, പക്ഷെ അത് കൺട്രോൾഡ് ആണ്. പക്ഷെ ഇത് ഒട്ടും കൺട്രോളബിൾ അല്ല. ഓയില് അതേപോലെ തന്നെ ഇത് കുറച്ചൊന്ന് താന്നിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ മുന്നേ ഡെർമറ്റോളജിസ്റ്റിനെയാണ് കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നത് ശരിക്കും. പക്ഷേ ഒരു സിറ്റിങ്ങിന് തന്നെ എനിക്ക് ഒത്തിരി എമൗണ്ട് ആണ് സ്പെൻഡ് ആവുന്നത്. അതുകൊണ്ട് ഞാൻ അതിനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്യും. അപ്പോൾ പറഞ്ഞു വന്നത്, ഡെർമറ്റോളജിസ്റ്റിനെയൊക്കെ ഡെയിലി അല്ലെങ്കിൽ ഒരു സിറ്റിങ്ങിന് ഒത്തിരി ചാർജസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ആപ്പ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ക്യൂർ സ്കിൻ എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. അപ്പം ഞാൻ ഇപ്പം കൺസൾട്ട് ചെയ്യുന്നത് ക്യൂർ സ്കിന്നിലാണ്. ആ ക്യൂർ സ്കിന്നിൽ ഡോക്ടേഴ്സ് ഉണ്ട്, ഡെർമറ്റോളജിസ്റ്റ് ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് അവരുമായിട്ട് ചാറ്റ് ചെയ്യാം, നമ്മുടെ കൺസേൺസ് പറഞ്ഞ് നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യും. അതേപോലെ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് വളരെ ഒരു 10 മിനിറ്റ്സ് തന്നെ ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് തീരുക. നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ്, അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് അവർ കംപ്ലീറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് തരും. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമുക്ക് ആകെ അതിൽ ചിലവാകുന്നത്, നമുക്ക് അവർ കറക്റ്റ് നമ്മുടെ പ്രശ്നങ്ങൾ അനലൈസ് ചെയ്തിട്ട് അതിന് പറ്റിയ പ്രൊഡക്റ്റ് അവർ തരും. ആ ഒരു പാക്ക് ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇതിന് വേണ്ടി മാത്രമാണ് നമുക്ക് പേയ്മെൻറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ഒരു പൈസ ചിലവാകുന്നത്. ബാക്കി എല്ലാം ഫ്രീ ആണ്. ഈവൻ നമുക്ക് ഡയറ്റ് അവർ തരും, നമുക്ക് വാട്ടർ ഇൻടേക്ക് എന്തൊക്കെ ചെയ്യണം എന്ന് പറയും, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ ത്രൂ ഔട്ട് ദ ട്രീറ്റ്മെൻറ്റ് ഡെർമറ്റോളജിസ്റ്റുമായിട്ടുള്ള കൺസൾട്ടേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. സോ ഈ ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നും അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. ക്യൂർ സ്കിൻ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ തന്നെ അവൈലബിൾ. ആദ്യം നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ എന്താണെന്ന് അപ്ഡേറ്റ് ചെയ്യും. എന്റെ മെയിൻ കൺസേൺ ആഗ്നേസ് ആയിരുന്നു. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള അതർ കൺസേൺസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോഴത്തേക്കും തന്നെ നമുക്കൊരു ചാറ്റ് ബോക്സ് ഓപ്പൺ ആവും. അവിടെ നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്കിൻ പ്രോബ്ലംസും ഹെൽത്ത് കണ്ടീഷൻസും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാം. ഒപ്പം തന്നെ നമ്മുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറയും. അതിന്റെ ഇൻസ്ട്രക്ഷൻസും കറക്റ്റ് ആയിട്ട് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ സ്കിന്നിന്റെ കംപ്ലീറ്റ് അനാലിസിസ് അവർ തരുന്നതായിരിക്കും. വെറും 2 പ്രോബ്ലം മാത്രം ഉണ്ടെന്ന് വിചാരിച്ച് എനിക്ക് ഓൾമോസ്റ്റ് 7+ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു അനാലിസിസിന് ശേഷം നമ്മുടെ ഡീറ്റെയിൽസ് വീണ്ടും അവർ നന്നായിട്ട് കളക്ട് ചെയ്യും. ലൈക്ക് നമ്മൾ എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് ഇപ്പോൾ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ എല്ലാ തരം ഡീറ്റെയിൽസും അവർ കളക്ട് ചെയ്യും. ആൻഡ് അതിന്റെ ബേസിലാണ് നമുക്കുള്ള കിറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോഴാണ് എൻ്റെ ഈ ആക്റ്റീവ് ആക്നേസ് ഒക്കെ ഒന്ന് കുറഞ്ഞത്. ഇതിൻ്റെ വേഴ്സ് ആയിരുന്നു. ഞാൻ ആ ഒരു വേഴ്സ് സിറ്റുവേഷൻ ഞങ്ങൾ കാണിച്ചു തരാം. പക്ഷേ യൂസേജിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇതൊന്നും മാറിക്കിട്ടും. ഇപ്പോഴും മാറ്റം വരുമ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതായിരിക്കും. സോ ക്യൂർ സ്കിൻ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ കൂപ്പൺ കോഡായ KEER100 എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ 100 rupees ഡിസ്കൗണ്ട് കിട്ടും. സോ ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു. എനിക്ക് കിട്ടിയ ക്യൂർ സ്കിൻ ഇഷ്യൂസിന് വന്ന കിറ്റ്, ഇതിൽ ഓൾമോസ്റ്റ് 5 items ആണുള്ളത്. ഞാൻ വിചാരിച്ചത് ശരിക്കും എനിക്ക് ആക്നെ ആൻഡ് സ്കാർസ് മാത്രമാണെന്ന്. പക്ഷെ അല്ല, ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് അവരുടെ അനാലിസിസ് റിപ്പോർട്ടിലാണ് മനസ്സിലായത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്, ഈച്ച് ആൻഡ് എവറി പ്രോബ്ലം വാസ് ടേക്കൻ കെയർ ഓഫ്. സോ ക്യൂർ സ്കിൻ ആപ്പ് ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ കമന്റിൽ ഞാൻ പിന്നും ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ യൂസേജും കാര്യങ്ങളും എങ്ങനെയാണെന്ന് ഇവരുടെ ആപ്പിലെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ യൂസ്ഫുൾ ആണ്. എനിക്ക് പറ്റിക്കുന്നത് മോർണിംഗ് ആൻഡ് ഈവനിങ് ഈ ഒരു ഫേസ് വാഷ്, ഡീപ്പ് ക്ലെൻസിങ് ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യണം എന്നാണ്. അപ്പോൾ നമുക്ക് അതിൽ സ്റ്റാർട്ട് ചെയ്യാം. മോർണിംഗ് ആയതുകൊണ്ട് നമുക്ക് സൺസ്ക്രീൻ മസ്റ്റാണ്. അപ്പോൾ സൺസ്ക്രീൻ അവരുടെ ഈ ഒരു കിറ്റിലുണ്ട്. നന്നായിട്ട് അത് അബ്സോർബ് ചെയ്യണം. ഇച്ചിരി സമയം എടുക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി നൈറ്റ് റുട്ടീൻസ് ആണ്. നൈറ്റിലാണ് ബാക്കി 3 റുട്ടീൻസ് വരുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ നമ്മുടെ ഡേ ത്രൂ ഔട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ബാക്കി കാണിച്ചു തരാം. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്.
അപ്പം ഞാനിപ്പം കോട്ടയത്താണുള്ളത്. ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. അവിടെ ബാങ്കോക്കൊക്കെ പോയിട്ട് വന്നിട്ട് എൻ്റെ അമ്മയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ അമ്പലത്തിലൊക്കെ പോകാൻ പോവാണ്. ഇവിടെ അടുത്താണ് കുമാരനല്ലൂർ ക്ഷേത്രം, അതേപോലെ ഏറ്റുമാനൂർ ആൻഡ് തിരുനക്കര. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് അവരും വന്നിട്ടുണ്ട്. ഇന്ന് ഗാന്ധി ജയന്തി ആയതുകൊണ്ട്, ഇന്നലെയായിരുന്നു ഗാന്ധി ജയന്തി ആയതുകൊണ്ട് ലീവുണ്ട്. അപ്പോൾ അമ്മയും കുഞ്ഞമ്മയ്ക്കൊക്കെ സ്കൂളിൽ പോകണ്ട. അങ്ങനെ അവർ വന്നിട്ടുണ്ട്. നമ്മൾ അമ്പലത്തിൽ പോകാൻ പോകണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഇത് ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇവിടെ വന്നിരുന്ന് ഈ കോഫി കുടിക്കാൻ ഭയങ്കര രസമാണ്. കാണാം, ഇത്രേ ഉള്ളൂ, പക്ഷേ ഇത്ര മതി. സംഭവം എൻ്റെ ചുണ്ട് കാലാവസ്ഥ ചേഞ്ച് കാരണം ഡ്രൈ ആയിട്ടുണ്ട്. ഫേസ് കണ്ടില്ലേ? ഞാൻ എന്തായാലും ഈ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ആഫ്റ്ററും വ്ളോഗായിട്ട് തന്നെ ഇടുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. അതർവൈസ് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ ഉണ്ട്. പിന്നെ ആ ഒരു അറ്റത്തൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇതൊന്ന് അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ ഇവിടെ ഫുള്ള് വരുമായിരിക്കും. ഞാൻ 2 വർഷം മുമ്പെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു ഭാഗത്ത് മാത്രമായിരുന്നു ഈ ആമ്പലിപ്പൂത്ത്, 2-3 പൂക്കൾ മാത്രം. ഇവിടെ ഇപ്പം കണ്ടോ ഇത്ര പൂവായി. ഇവിടെ വള്ളമുണ്ട്, പക്ഷേ എനിക്ക് വള്ളത്തിൽ തുഴ അറിയത്തില്ല, വന്ന് വീഴും. അതുകൊണ്ട് ഞാൻ പിന്നെ അതിന് മുതിർന്നില്ല. സോ കൊച്ചിയിൽ നിന്നായിരുന്നു എനിക്ക് ബാങ്കോക്കിലോട്ടുള്ള ഫ്ലൈറ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ കാറ് കൊണ്ട് കോട്ടയത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലിട്ടിട്ടാണ് ഞാൻ അവിടെ പോയത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ കാറിൽ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും കുഞ്ഞമ്മയും അനിയത്തിയും കൂടെ ഒരു ട്രിപ്പ് പോലെ കോട്ടയത്ത് വന്നു. അങ്ങനെ ആകുമ്പോൾ റിട്ടേൺ ഒരു ഫൺ ട്രിപ്പ്. അങ്ങനെ ആദ്യം എത്തിയത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലാണ് കേട്ടോ. എനിക്ക് ഏറ്റുമാനൂർ ഞാൻ അങ്ങനെ വിചാരിക്കുന്ന സമയത്തൊന്നും വരാൻ പറ്റത്തില്ല. ചിലപ്പോൾ അതെൻ്റെ വിശ്വാസമായിരിക്കാം, എന്താണെന്ന് അറിയില്ല. കുമാരനല്ലൂരും ഏറ്റുമാനൂരും ഒക്കെ എനിക്ക് വല്ലാത്ത സന്തോഷം തരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. വളരെ സമാധാനം കിട്ടും. ഒത്തിരി തിരക്കേറിയ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫിൽ നിന്ന് വളരെ പീസ്ഫുൾ ആയിട്ട് കുറച്ച് മൊമെൻറ്റ്സിലൂടെയാണ് ലിറ്ററലി ഞാനിപ്പോൾ കടന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത്. അമ്പലത്തിൽ വന്നാൽ പിന്നെ കുറച്ച് നേർച്ചകളും കാര്യങ്ങളൊക്കെ നിർബന്ധമാണ്. അങ്ങനെ ഞാൻ ഈ ശിവന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള എരിക്ക് പൂവിൻ്റെ ഒരു മാല വാങ്ങി. എനിക്ക് അമ്പലത്തിൽ പോയാൽ പ്രാർത്ഥിക്കുന്നതിലേക്കാട്ടിൽ കൂടുതൽ ഇഷ്ടം അവിടെ കുറച്ച് നേരം സമാധാനത്തോടെ ഇരിക്കുന്നതാണ്. സോ അങ്ങനെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ഏറ്റുമാനൂർ ക്ഷേത്രം കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ കുമാരനല്ലൂർ ക്ഷേത്രത്തിലോട്ട് പോകാം. ഇവിടെ ഫോമായി ബാക്ക് അമ്പലത്തിലൊക്കെ പോകുന്നതല്ലേ ഭക്തിഗാനം ഇട്ടുതരാമെന്ന് പറഞ്ഞ് അനിയത്തി പ്ലേ ചെയ്ത സോങ് ആണിത്. ആക്ച്വലി ഇതൊരു ഭക്തിഗാനം തന്നെയാണ്, കുറച്ച് DJയും കൂടെ വരുന്നതേ ഉള്ളൂ. അമ്മയും കുഞ്ഞമ്മയും ഈ ഒരു വൈബാണ് കേട്ടോ. അപ്പോൾ ഈ ട്രിപ്പ് ഇവരുടെ കൂടെ എപ്പോൾ ട്രിപ്പ് പോയാലും നമുക്ക് ഒട്ടും തന്നെ ബോറടിക്കത്തില്ല. ഫുള്ള് നമ്മൾ അന്താക്ഷരിയും പാട്ടും ഡാൻസ് ഒരു ബഹളമായിരിക്കും. അങ്ങനെ അവിടെ നിന്ന് നേരെ എത്തിയത് കുമാരനല്ലൂർ ക്ഷേത്രത്തിലാണ്. മനസ്സൊക്കെ വളരെ തണുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ച് വളരെ സമാധാനപരമായിട്ടുള്ള ഒരു തീർത്ഥാടന യാത്ര പോലെ എനിക്ക് ഫീൽ ചെയ്തു. തിരിച്ച് നമ്മൾ തിരുനക്കര പോയില്ല, എങ്കിൽ വീട്ടിൽ വന്നു. കാരണം അവർ ബ്രേക്ക്ഫാസ്റ്റ്, ഫ്രണ്ടിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ മെയിനായിട്ടും ഈ വീട്ടിൽ വരുന്ന ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഇവരുടെ കോട്ടയം സ്റ്റൈലിൽ ഇന്നലെ നമ്മുടെ പിടിയും കോഴിയായിരുന്നു. ഇന്നതേ ഇപ്പോൾ കപ്പ ബിരിയാണിയാണ് ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ നോൺ വെജ്. ഞാൻ സ്വപ്നം കാണുന്ന ലൈഫാണത്. സോ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ഒരു സിനിമയൊക്കെ കണ്ട് ഇരുന്നപ്പോഴത്തേക്കും തന്നെ ടൈം ഒത്തിരിയായി. അങ്ങനെ പെട്ടെന്ന് ലഞ്ച് കഴിച്ചു. ലഞ്ചിന് ചോറും പോർക്കും പിന്നെ കുറച്ച് കറീസൊക്കെ ആയി. എന്നിട്ട് അറൗണ്ട് ഒരു 4:30 നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ എത്തുമ്പോഴത്തേക്കും ലേറ്റ് ആകും. കാരണം എൻ്റെ അമ്മയും കുഞ്ഞമ്മയുടെ കൂടെയുള്ള ട്രിപ്പ് എന്ന് പറയുന്നത് ഫുള്ള് ചെടി വാങ്ങലും പർച്ചേസിങ്ങും ഒക്കെ ആയിരിക്കും വഴിനീളെ. ആൻഡ് കോട്ടയത്ത് വന്നാൽ ഞാൻ ഒട്ടും മിസ് ചെയ്യാത്തൊരു സ്പോട്ടാണ് നമ്മുടെ ബസീലീസിൻ്റെ അടുത്തുള്ള ബനൂസി. ഇവിടെ അവിൽ മിൽക്കിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോൾ കോട്ടയത്ത് വന്നാലും ഇവിടെ വന്നൊരു അവിൽ മിൽക്ക് മിസ് ചെയ്യാറില്ല. അങ്ങനെ ഒരു അവിൽ മിൽക്കും കുടിച്ച് നമ്മുടെ ജേർണി ട്രിവാൻഡ്രത്തോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പോകുന്ന വഴിക്ക് അമ്മ എനിക്ക് അവിൽ മിൽക്ക് തരുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ വണ്ടി നിർത്തി അവിൽ മിൽക്ക് കുടിച്ചാൽ വീണ്ടും ലേറ്റ്. ബിക്കോസ് ഒരു 3-3.5 മണിക്കൂർ ടോട്ടൽ യാത്രയുണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചതെങ്കിൽ 5 മിനിറ്റ് ദേ വരുന്നു എന്ന് പറഞ്ഞ് പോയ അമ്മേനെ കുഞ്ഞമ്മേനെ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കണ്ടത് ഗൈസ്.
ഓൾറെഡി വണ്ടി നിറയെ എൻ്റെ ലഗേജും പിന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച സാധനങ്ങളും കൂടെ ആയിരുന്നു. ഇനി ഇരിക്കാൻ പോലും സ്പേസ് ഇല്ലെന്നാണ് വിചാരിച്ചിരുന്നെങ്കിലും ദേ ഇത്രയും വലിയ ചെടി എടുത്തുകൊണ്ട് എൻ്റെ കുഞ്ഞമ്മയും അമ്മയും വരുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തു. പൊതുവെ ചെടികളോട് ക്രേസ് ഇല്ലാത്ത എനിക്ക് ഈ ഒരു നഴ്സറി കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാൻ തോന്നി. അത് അവരുടെ കസ്റ്റമർ സർവീസ് കാരണമാണ് കേട്ടോ മെയിനായിട്ട്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനും ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. 5 മിനിറ്റ് എന്ന് പറഞ്ഞ് കയറിയിട്ട് ഓൾമോസ്റ്റ് 1.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വളരെ സന്തോഷത്തോടെയാണ് കുഞ്ഞമ്മയും അമ്മയും ആ ഒരു ഷോപ്പിൽ നിന്ന് ഇറങ്ങിയത്. കാരണം ഇത്രയും നല്ലൊരു ചെടി അവർക്ക് വളരെ റീസണബിൾ ആയിട്ടുള്ളൊരു പ്രൈസിലായിരുന്നു കിട്ടിയിരുന്നത്. അതിൻ്റെ ഒരു ഹാപ്പിനെസ് അവരുടെ രണ്ടുപേരുടെ മുഖത്തും ഉണ്ടായിരുന്നു. കാരണം ഒരാൾ അത് സെറ്റാക്കിയാൽ മറ്റേ ആൾക്ക് എന്താ അതിൻ്റെ ഒരു തൈ എടുത്ത് വളരെ നന്നായിട്ട് തന്നെ ഇതുപോലെ തന്നെ ഒരു പ്ലാന്റ് സെറ്റാക്കുക എന്നുള്ള കോൺഫിഡൻസ് രണ്ടുപേരിലും ഞാൻ കണ്ടായിരുന്നു. ഇതായിരുന്നു കാറിൻ്റെ അവസ്ഥ. തിരിച്ച് പറക്കും തളികയിലെ ആ ഒരു ബസ് പോകുന്ന കണക്കാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഡ്രൈവിംഗ് സീറ്റിലായത് എൻ്റെ ഭാഗ്യമെന്ന് ഞാൻ ഒത്തിരി നേരം പറയുന്നുണ്ടായിരുന്നു. പിന്നെ ആ കടയുടെ ഓണർ ചേട്ടൻ്റെ വാം ഹോസ്പിറ്റാലിറ്റി എടുത്ത് പറയേണ്ട ഒന്നാണ് കേട്ടോ. പുള്ളി പറയുന്നുണ്ടായിരുന്നു, നമ്മളൊരു ചെടി ആഗ്രഹിച്ചാൽ നമ്മൾ ആഗ്രഹിച്ച പ്രൈസിന് കൊടുക്കുന്നത് എൻ്റെയും വലിയൊരു സന്തോഷമാണ്. പുതിയ ചെടി വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞ് പുള്ളിയോട് സംസാരിച്ച് ഒത്തിരി നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചത്. ഇനിയെങ്കിലും 1 മണിക്കൂറിനകം വീടെത്തുന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ വണ്ടി എടുത്തത്. ഇന്നത്തെ ഡേ ഒത്തിരി നോൺ വെജ് കഴിച്ചു. അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഡിന്നറാണ്. ക്രോയിസൻ ഇതെൻ്റെ ആൻറ്റി കുവൈറ്റിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതും കഴിക്കാൻ പാടില്ല, പക്ഷേ ഞാൻ കഴിക്കുകയാണ്. ഓക്കെ. ആൻഡ് ഇത് ഞാൻ ബാങ്കോക്കിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ടംബ്ലറാണ് കേട്ടോ. ഇത് തിരക്കി ഞാൻ കുറേ നടന്നു, 4 ദിവസം ഇത് തിരക്കി നടന്നു. ഫൈനലി എനിക്ക് കിട്ടി. എനിക്ക് ബിൽജയ്ക്കും കിട്ടി. ബിൽജത്തിൻ്റെ ബ്ലൂ എടുത്തു, ഞാൻ എൻ്റെ ഗ്രീൻ എടുത്തു. ഇങ്ങനത്തെ എന്തൊരു സാധനം വരുമ്പോഴാണ് ആകെ വെള്ളം കുടിക്കുന്നത്. അതുകൊണ്ടാണ് മാത്രം അടുത്താണ് കേട്ടോ. ആൻഡ് ഇത് മറ്റേ സ്റ്റീലിൻ്റെ ആണ്. അപ്പം കൂൾ ആൻഡ് ഹോട്ട് സാധനങ്ങളൊക്കെ ഇരിക്കും. സോ ഗൈസ്, അങ്ങനെ വീട്ടിലെത്തി. ഇനി നൈറ്റ് റുട്ടീനാണ്. നൈറ്റ് റുട്ടീനിൽ വരുന്നത് ഈ ഒരു ആക്നെ ആൻഡ് സ്കാറിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. ഞാനത് കാണിച്ചു തരാം. ഇത് രണ്ടും കൂടെ അവർ പറഞ്ഞതനുസരിച്ച് നമ്മുടെ ആക്നൈസിൽ ആക്റ്റീവ് ആക്നയിൽ അപ്ലൈ ചെയ്യാനാണ്. ഓവർനൈറ്റ് അപ്ലൈ ചെയ്യാനാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അവരുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ആപ്പിൽ. അവിടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ എവിടെ ആയാലും ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ഓർത്ത് വെച്ചേക്കണ്ട, ഇതെടുത്ത് നോക്കി. ഇത് ഞാൻ ഇട്ടത് ഈ ഒരു ആക്നേസിന് വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് ഇനി ഇത് ഫുള്ള് റിപ്പയറിങ്ങിന് വേണ്ടി ബാരിയർ റീസ്ട്രക്ചർ ക്രീമാണ്. ഇതും ഓവർനൈറ്റ് അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ ഗൈസ്, ക്യൂർസ്കിൻ ആപ്പിന്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ കമന്റിലും ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ഇഫ് ഇറ്റ് ഹെൽപ്സ്, നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തിട്ട് ഫ്രീ ആയിട്ടൊരു ഡെർമറ്റോളജിസ്റ്റ് കൺസൾട്ടേഷൻ, അതേപോലെ എൻ്റെ കൂപ്പൺ കോഡായ KEER100 യൂസ് ചെയ്ത് കിറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു 100 rupees ഡിസ്കൗണ്ടും അവൈൽ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതായിരുന്നു എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നിങ്ങൾ ആരും മറക്കണ്ട, ക്യൂർസ്കിന്നിൽ എൻ്റെ കോഡായ KEER100 യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 rupees നിങ്ങൾ കിറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്കത് അവൈൽ ചെയ്യും. ഒരു വീഡിയോ ആയിട്ട് വരുന്ന വേറെ ടാറ്റാ ബൈ ബൈ, സീ യു ആൻഡ് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ സച്ച് കോണ്ടന്റ്സ്.